ഇന്ന് രുചി തേടി ഞാൻ എത്തി നിൽക്കുന്നത് കണ്ണൂർ അഴീക്കോട് എന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മളോടൊപ്പം ഒരു സുന്ദരി കുട്ടിയുണ്ട്. ഒരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് ആളെ പരിചയപ്പെടാം. ആളുടെ പേര് ദേവിക എന്നാണ്. ഹലോ ദേവിക. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. ഞങ്ങൾ എല്ലാവരും ഇത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി. ഓക്കെ, ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു ദേവിക? ഞാനിപ്പോൾ +2 കഴിഞ്ഞു. ഇപ്പം കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് ഡിഷാണ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്? ചിക്കനൊക്കെ കണ്ടപ്പോൾ ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ഐറ്റം ആണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഒരു ഈവനിങ് സ്നാക്കാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈവനിങ് സ്നാക്ക്, ചിക്കൻ വെച്ചിട്ട് ഈവനിങ് സ്നാക്ക്? അതെ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഐറ്റം പറയും? ഇത് ചിക്കൻ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ വട? അതെ. പരിപ്പ് വട, ഉഴുന്ന് വട, അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ചിക്കൻ വട ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് നമുക്ക് പോലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. കാരണം ഇതിനു മുന്നേ വട കേട്ടിട്ടുണ്ടെങ്കിലും ചിക്കൻ വട കേട്ടിട്ടില്ല നമ്മളല്ലേ. അപ്പോൾ എന്താണ് ചിക്കൻ വട? പരിപ്പ് വടയുടെ സ്റ്റൈല് തന്നെയാണ് വരുന്നത്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ള ടേസ്റ്റിലും ചെറിയ വ്യത്യാസം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പൊ നമുക്ക് ദേവേക്കുട്ടിയുടെ ചിക്കൻ വടയിലേക്ക് കിടക്കാം. തുടങ്ങിയാലോ? അപ്പം തുടങ്ങാം. അപ്പം ആദ്യം എന്താ ചെയ്യാം? ആദ്യം നമുക്ക് കുക്കർ എടുത്ത് വെക്കാം. കുക്കർ എടുത്ത് വെക്കാം. ദെൻ കുക്കർ ഓപ്പൺ ചെയ്യാം. ദെൻ നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അത് നമുക്ക് കുക്കറിലേക്ക്. ഓക്കെ, മഞ്ഞൾപ്പൊടിയാണ് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് ഒരു ടീസ്പൂൺ. 1 ടീസ്പൂൺ ഉപ്പ്. ജിഞ്ചർ ഗാർലിക്. ഏകദേശം എന്തോരം എത്ര ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്? 300 ഗ്രാം. 300 ഗ്രാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂൺ. ഓക്കെ. നെക്സ്റ്റ് ചില്ലി പൗഡർ, അതും ഒരു 1.5 ടേബിൾ സ്പൂൺ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ലേശം, ഒരു 2-3-4 സ്പൂൺ. ഹാഫ് ഗ്ലാസ് അത്രേ ഉണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇത് മതിയാവും? മതി. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വേണം നമ്മളിത് അടച്ചു വെച്ച് നമ്മൾ ഒരു വിസിൽ വരുന്നത് വരെ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാല്ലേ? വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വിസിൽ കേട്ടിട്ടുണ്ട്. പ്രേക്ഷകർ കേട്ടോന്ന് അറിയില്ല, എന്തായാലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും? ഒരു 15 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടാവും വിസിലെടുക്കാൻ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ഒന്നും കൂടി മസാല പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്ക് ഇനി ഒന്നുകൂടെ അത് വഴറ്റിയെടുക്കണമല്ലോ. ഓക്കെ, ചിക്കനിലേക്ക് മസാല നന്നായി പിടിക്കണം. ഓക്കെ, ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴറ്റുവാണ് ഒന്നുകൂടെ. ചേച്ചി കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്? ചെറുതായിട്ടൊക്കെ ചെയ്യും. സ്നാക്സ് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ചിക്കൻ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ ഒരു ഐറ്റം ആകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനാണ്. ഇനി എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ? ഇനി ഇത് കുറച്ച് സമയം നമ്മളിത് തണിയാൻ വെക്കണം. തണിയാൻ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ സ്റ്റൈലാണ് കേട്ടോ, ഒരു കൊളോക്കിയൽ സ്റ്റൈലാണ്. തണുക്കാൻ വെക്കാന്നാണ് നമ്മുടെ ദേവിയെക്കുട്ടി ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ തണുക്കാൻ വെച്ച ശേഷം മിക്സിയുടെ ജാറിൽ ചിക്കനും ബാക്കി ഇൻഗ്രീഡിയൻസും. ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ബാക്കി വരുന്ന കൊറിയാൻഡർ ലീഫ്, ഓക്കെ, പിന്നെ ക്രഷ്ഡ് ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലി, ഓക്കെ, പിന്നെ പെരിഞ്ജീരകം, ഉള്ളി ഒരു ഉള്ളി മതി. ഒരു വലിയ സവാള. ഓക്കെ, പിന്നെ കുതിർത്ത് വെച്ച പരിപ്പ്. ഓക്കെ, കുതിർത്ത് വെച്ച പരിപ്പ് ഏകദേശം 1 കപ്പ് അല്ലേ? 1 കപ്പ് കുതിർത്ത് വെച്ച പരിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി വീണ്ടും കുറച്ച് ഐറ്റംസ് കൂടെ ആഡ് ചെയ്തിട്ട് വെരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇത് നന്നായി മസാല പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, സോ അത് നമുക്ക് വേഗം ഓഫ് ചെയ്തു. ശരി, അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമ്മൾ തണുക്കാൻ വെക്കാൻ പോവാണ്. അതെ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചൂടാറാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടല്ലേ? അതെ, നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, നമ്മൾ ഈ ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. ബൗളിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് നല്ലോണം ഒന്ന് ഉടച്ച് ജാറിലേക്ക് ഇടാം. ഓക്കെ, കൈ കൊണ്ട് തന്നെയാണ് ഉടയ്ക്കുന്നത്? കൈ. ഓക്കെ,
അപ്പോൾ ഈ വേവിച്ച് തണുപ്പിച്ച ഈ ചിക്കൻ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ദേവിക ഉടയ്ക്കാൻ പോവാണ്. നമുക്ക് ജാർ എടുക്കാം. ഓക്കെ. സോ ഇനി നമുക്കിത് ഒന്ന് ഉടച്ചിടാം. ദേവിക വിരലുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉടയ്ക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? ആദ്യം തന്നെ നമ്മളിത് വേവിച്ചതുകൊണ്ട് നമുക്കിത് വേഗം തന്നെ ഒരൊറ്റ വിസിലുകൊണ്ട് നന്നായിട്ട് വെന്ത്. ഓക്കെ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇനി എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ അവസാനത്തെ പീസ് ഇവിടെ ഉടച്ചിട്ടിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് പരിപ്പ് എടുക്കാം. പരിപ്പല്ലേ? അപ്പം നമ്മൾ 1 കപ്പ് പരിപ്പ് മുഴുവനായിട്ട് എടുക്കണ്ട, കുറച്ച് ബാക്കി വെക്കണം. ഓക്കെ. പിന്നീട് ആവശ്യമുള്ളത്. ഓക്കെ. 1 കപ്പ് പരിപ്പ് കുതിർത്തി വെച്ച 1 കപ്പ് പരിപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൽ മുഴുവൻ വേണ്ട, കുറച്ച് നമ്മൾ ഏകദേശം ഇത്ര ബാലൻസ് വെക്കുന്നുണ്ട് നമ്മൾ. അതിനകത്തുള്ള വെള്ളം മൊത്തമായിട്ട് പോകണം. ഓക്കെ. കുതിർത്തി വെള്ളം തോർന്ന് എടുക്കണം. ഓക്കെ. ഇനി നമ്മൾ ഒരു സവാള. ഓക്കെ. ഒരു സവാള അരിഞ്ഞത് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ്? ഇനി പെരിഞ്ജീരകമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ. ഓക്കെ. ഇത് 1/2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഓക്കെ. ഇനിയുള്ളത് മല്ലിയില, അതും 1 കപ്പ്. ക്രഷ് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലിയും ജിഞ്ചറും. ഓക്കെ. ഇനി കുറച്ച് ഉപ്പ് നമ്മുടെ ഒരു പിഞ്ച് മതി. ഓക്കെ. ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നന്നായി അരയണ്ട, ഏകദേശം ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഓക്കെ. ഇനി എന്താണ്? ഇനി നമ്മളിത് വേറൊരു ബൗളിലേക്ക് ആക്കി വെക്കാം. ഓക്കെ. വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റുവാണ്. ശരിക്കും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതെ. ഇനി നമ്മൾ ബാക്കി വരുന്ന പരിപ്പ് നമ്മൾ ആദ്യം എടുത്ത 1 കപ്പ് കുതിർത്തിയ പരിപ്പുണ്ടല്ലോ, അത് ബാലൻസ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിലേക്ക് അടിച്ചു കൊണ്ടുവന്ന ഐറ്റത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കൈ കൊണ്ട് ശരിക്കും ദേവികുട്ടി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വടയുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് തോന്നുന്നല്ലേ? ഇനി നമ്മൾ അതിന്റെ ഷേപ്പിലേക്ക് ആക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ പാൻ വെക്കണം. പാൻ വെച്ചു, നമ്മൾ കത്തിച്ചു. ഇനി നമ്മൾ ഇത് അതിന്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാം. ഒരു വടയുടെ ഷേപ്പിലേക്ക് ആക്കി മാറ്റുകയാണ് നമ്മുടെ ഈ ഒരു ജാറിലിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത ഐറ്റം അല്ലേ? അതെ. പരിപ്പോടയുടെ ഷേപ്പിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാതും അങ്ങനെ ബോളിലാക്കി മാറ്റാം. റൗണ്ട് ചെയ്തിട്ട് ദെൻ കുറച്ച് പരിപ്പ് വട നമ്മൾ പൊതുവെ ആക്കുന്ന പോലെ. പാന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഓക്കെ. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി എണ്ണ ഒഴിച്ചു, ഒപ്പം തന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. മതി. ഇത്ര മതി. ഓക്കെ. ഈ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് കുറച്ച്. ഓക്കെ. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ചെന്ന് തോന്നുന്നേ. അത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് എടുക്കാം. ഇതുപോലെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ആരാണ് പഠിപ്പിച്ചതൊക്കെ? അമ്മ തന്നെ അല്ലേ? തിളച്ചിട്ടുണ്ടല്ലേ? തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അതിലേക്ക് ഫ്രൈ ചെയ്യാം. ശരി. അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് ദേവിക. മണമൊക്കെ വരുന്നുണ്ടല്ലോ. അതെ, നന്നായി 2 ഭാഗം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കിതൊന്ന് നല്ല പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം അല്ലേ? നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും.
അങ്ങനെ നമ്മുടെ ചിക്കൻ വട റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ദേവിക കുട്ടിയുടെ ചിക്കൻ വട. ഓക്കെ, ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. സോ അതിന് നമുക്ക് കറിവേപ്പില. ഓക്കെ, അപ്പം നമ്മുടെ ദേവിക കുട്ടിയുടെ കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ വട റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് സാധനം, നല്ല ചൂടൻ ചിക്കൻ വട. അങ്ങനെ ദേവികയെ സാക്ഷിയാക്കി, ലേഡീസ് അവന്റെ പ്രേക്ഷകരെ സാക്ഷിയാക്കി ഞാൻ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഐശ്വര്യമായിട്ട് ടേസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് ഇപ്പം പറയാം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. കാരണം എനിക്ക് ചിക്കൻ ഓൾറെഡി ഇഷ്ടമാണ്. ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ട്. പരിപ്പ് വടയുടെ ഒക്കെ ഒരു സ്റ്റൈല്, പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ആൻഡ് വെറൈറ്റി ആയിട്ടുണ്ട്, ടേസ്റ്റി ആയിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഷുവറായിട്ടും ട്രൈ ചെയ്യണം. കാരണം അടിപൊളി ഐറ്റമാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ദേവികയുടെ സ്പെഷ്യൽ ഡിഷ്, കണ്ണൂർ സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ ദേവികയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലേഡീസ് അവറിൻ്റെ ഈ സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.